ഈ മൗനം സമ്മതമാണെന്ന് കരുതുന്നു. സോന, ഡാഡി സമ്മതിച്ചിട്ടുണ്ട്. ഇനിയൊരു എൻഗേജ്മെന്റ് ഡേ നമുക്ക് ആലോചിച്ചെടുക്കാം. രാജുവേട്ട, ഞാൻ ഇറങ്ങാം. സാർ ഇതിനൊരു മറുപടി കൊടുക്കണം. കൊടുക്കണം. കൊന്നു കൊക്കയിലെറിയാൻ ആളുണ്ട്. എന്താ പറഞ്ഞേ? ഒരാളും അറിയാതെ കൊക്കയെ തള്ളാൻ സാറേ. ഇതുപോലെ പല കേസുകളും ഇവിടെ നടന്നിട്ടുണ്ട്. അഞ്ജനയിലുള്ള എൻ്റെ ആഗ്രഹം എന്താണോ? അത് സാറേ, ഒരു ശവമാണോ എനിക്ക് വേണ്ടത്? എനിക്ക് അവളെ ജീവനോടെ വേണം. അതും ചെയ്യാം. കൊണ്ടുവന്ന് മുറിയിലിട്ട് തരാം. വേണ്ട, അവള് വരും. വന്നേ മതിയാവൂ. താൻ പൊയ്ക്കോ. ശരി സാർ. അലക്സേ, വൈകിട്ട് എന്താ പരിപാടി? മടങ്ങണം. എന്നാ വാ, നമുക്കൊന്ന് കൂടാം. ജാനകി, മേലാൽ അവളുടെ കാര്യം പറഞ്ഞു വരരുത്. അവൾ ഇടുക്കിയിലെ കളക്ടറൊന്നും ആയില്ലല്ലോ. ആയാ തന്നെ ഞങ്ങൾ ഇവിടെ ഇരുത്താറില്ല. ഒരു കളക്ടറും സ്ഥിരം ഇവിടെ ഇരിക്കില്ല. അവൾ അറിവില്ലാത്ത കുട്ടിയാ നേതാക്കന്മാരെ. അവളോ? എല്ലാം അറിയാം. വിളഞ്ഞ വിത്താ. തൊഴിലാളി എന്ന് വെച്ചാൽ മുതലാളിമാരുടെ അടിമകളാ. അതാ അവൾ ആദ്യം പഠിക്കേണ്ടത്. ആ, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നാ വിചാരം. മുയലിന് കൊമ്പ് നല്ലതാ. ആക്രമിക്കാൻ വരുന്നതേ വേട്ടക്കാരനാ. വേട്ടക്കാരനെ കണ്ട മുയൽ ഓടി ഒളിക്കും. അത് വേണ്ടായിരുന്നു എന്നാ എല്ലാവരും പറയുന്നത്. ആ പിന്നെ ആഹാരം കഴിക്കാതെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. വന്നേ, വാ. വരാനല്ലേ പറഞ്ഞത്? വാ. അഞ്ജന, അഞ്ജന നിക്ക്. അഞ്ജന നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹേയ്, ഞാൻ വിളിച്ചിട്ട് നീ എന്താടി നിക്കാത്തത്? നീ വിളിച്ചത് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയാക്കാനൊന്നും അല്ലല്ലോ. എന്നാലും മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു അയാളെ കെട്ടില്ലാന്ന്. എന്ന് മാത്രം അല്ലല്ലോ പറഞ്ഞത്. മറ്റൊരാളെ മാത്രമേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് വേണമായിരുന്നു. കരട് പറിച്ച് നിന്നെ ഞാൻ കാണിച്ചതല്ലേ. എന്നിട്ട് നീ വിശ്വസിച്ചില്ല. നിന്നെ വിശ്വസിപ്പിക്കാനാ ഞാനത് ചെയ്തത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് വിശ്വാസമായില്ലേ? എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിന്റെ സാഹസമൊന്നും വേണ്ട. നിന്റെ ജീവിതം തല്ലി തീർത്തിട്ട് എനിക്കൊന്നും നേടാനില്ല. എന്നെ നിനക്ക് വേണ്ട എന്നല്ലേ? മറ്റൊരാൾ നിന്നെ സ്വീകരിക്കുമ്പോൾ അവിടെ മറ്റൊരു അവകാശം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനും ചോദിക്കാം. ഒരു കാമുകിയുടെ ചോദ്യം. ഒരു കോർപ്പറേറ്റ് മുതലാളി എന്നെ വിവാഹം ചെയ്യാൻ വന്ന വിട്ടുകൊടുക്കുമെന്നും പറഞ്ഞാണോ നീ എന്നെ സ്നേഹിച്ചത്? നീ എന്നെ സ്നേഹിച്ചില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദാരിദ്ര്യം പങ്കുവെച്ച് നമുക്ക് ജീവിക്കാം. ഞാൻ പോകുന്നു. പോകുന്നല്ല, ഒളിച്ചോടുന്നു എന്ന് പറയാ. എന്റെ മനസ്സിൽ നിന്നല്ല, അതിനൊരിക്കലും കഴിയില്ല. നീ നിന്നിൽ നിന്ന് ഒളിച്ചോടുക. ഇതുപോലെയുള്ള കാമുകന്മാർ എത്രയോ വന്നു പോയി അരുൺ. കാമുകിയുടെ നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള ഒഴിഞ്ഞുമാറൽ. ഹലോ അരുൺ, കൺഗ്രാറ്റുലേഷൻസ്. അരുൺ ലക്കിയ. അഞ്ജനയുടെ പ്രണയം അനശ്വരമാണ്. അത് വലിയൊരു സദസ്സിന് മുന്നിൽ വിളിച്ചു പറയുന്ന പെൺകുട്ടി എന്ന നിലയ്ക്ക്. എന്ന് കരുതി എന്റെ പ്രണയം ഉപേക്ഷിച്ചിട്ടില്ല. അഞ്ജന അകലും തോറും ഞാൻ അടുക്കുക. വഴി മാറിയാ പോകായിരുന്നു. വഴി മാറില്ല, വഴി മാറ്റിപ്പോണം. ഞാൻ കാണുമ്പോഴെല്ലാം അരുണിനോട് പറയാറുണ്ട്, ഇവൾ എന്റെ പെണ്ണ, വിട്ടുതരില്ല എന്ന്. വിട്ടു തരണ്ട, എടുത്തോളാ. അരുൺ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഞാൻ അരുണിന്റെ പെണ്ണ, വിട്ടുവരില്ലാന്ന്. പ്രതിഭയോട് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും
എനിക്കും അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതെ, കൃഷ്ണേന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുകയായിരുന്നു. കൃഷ്ണനെ ഓർത്തു, അതാ. സോറി. വിവാഹം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാം മല്ലിക തീരുമാനിച്ചാൽ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഊണ് റെഡിയായി, കഴിച്ചിട്ട് പോവാം. വേണ്ട, വരുന്ന വഴിക്ക് ഞാൻ കഴിച്ചതാ. പ്രതിഭ, ഞാൻ ഇറങ്ങുക. നമുക്ക് ആഹാരം കഴിക്കാം. ആ മോളെ, എങ്ങോട്ടാ? കടവരെ 2 ദിവസം പണിയില്ലാതാവുമ്പോ വീട്ടിൽ അടുപ്പ് കത്താൻ മാർഗമില്ലാതാവൂലോ. മോൾക്കിനി ഇവിടെ ഒരു പണിക്ക് സാധ്യതയില്ല. അറിയാം. ബുദ്ധിമോശമായി ചെയ്തത്. ഏതെങ്കിലും പുരുഷൻ സഹിക്കോ? അതും ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. ബുദ്ധിമോശമായിന്ന് തോന്നുന്നുണ്ട്. അതിന് പിന്നിൽ അരുണിനെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അവനതിന് കഴിയില്ല മോളെ. അവന്റെ ചങ്ക് കലങ്ങി ആ തീരുമാനം എടുത്തത്.